പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 19, തിരുവചനങ്ങൾ 1 മുതൽ 4 വരെ. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. അവരുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ! അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രമെന്ന പ്രപഞ്ച നാടകം അതിൻ്റെ പരിസമാപ്തിയിൽ ഏതാണ്ട് എത്തി നിൽക്കുകയാണ്. മഹാവേശ്യയെന്ന് വിശേഷിക്കപ്പെട്ട ദൈവ നിഷേധാത്മകമായ സർവശക്തികളുടെയും ദൈവത്തെ നിഷേധിക്കുന്ന സംസ്കാരത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും എല്ലാം അന്ത്യം കുറിച്ചു 17, 18 അധ്യായങ്ങളിൽ. ഇപ്പോഴ് ദൈവം നീതി നടപ്പാക്കിയതിലുള്ള സന്തോഷം, സ്വർഗവും ഭൂമിയും എല്ലാം ഒരുമിച്ച് ഏറ്റുപറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന ചിത്രമാണ് 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുകയും നീതി വിളംബരം ചെയ്യുകയും അതിൻ്റെ പേരിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന സ്തുതികീർത്തനങ്ങൾ. ആ സ്തുതികീർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സ്വർഗീയ വിവാഹ വിരുന്നിനെക്കുറിച്ച് ഒരു സൂചനയുണ്ടാകും. കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി സഭയെ ചിത്രീകരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ അവതരിപ്പിക്കുന്നതിന് മുമ്പും പിമ്പും സ്വർഗത്തിൽ വലിയ സ്തോത്രഗീതങ്ങൾ മുഴങ്ങുന്നതായിട്ട് നമ്മൾ കേൾക്കും. തുടർന്ന് വരുന്നത് വീണ്ടും യുദ്ധം നയിക്കുന്ന ദൈവവചനമായ യേശുക്രിസ്തുവിൻ്റെ ചിത്രീകരണമാണ്. വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന യേശുക്രിസ്തു, അവനെ അനുഗമിക്കുന്ന ദൂതന്മാർ. അതിനുശേഷം നിർണായകമായ യുദ്ധം, ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത് പൂർത്തിയാവുന്നതാണ് 3-ാമത്തെ ദർശനം. ഈ 3 ഭാഗങ്ങൾ നമുക്ക് സാവകാശം അടുത്തു കാണാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ഭാഗം സ്തുതിഗീതവും കർത്താവിൻ്റെ മണവാട്ടിയായ സഭയുടെ ചിത്രീകരണവും. ഇതിനുശേഷം ഈ നാശത്തെക്കുറിച്ചുള്ള വിലാപത്തിന് ശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായൊരു സ്വരം ഞാൻ കേട്ടു. ഇവിടെ 3 ഗണങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആദ്യത്തേത് ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായൊരു സ്വരം. ആ സ്വരം മാലാഖമാരുടെ സ്തോത്രഗീതത്തിൻ്റേതാണെന്ന് 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമായി താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവദൂതന്മാർ. രണ്ടാമത്തേത് 4-ാമത്തെ വാക്യത്തിൽ 24 ശ്രേഷ്ഠന്മാർ, 3-ാമത്തേത് 4 ജീവികൾ. അപ്പോൾ മനുഷ്യരും പ്രപഞ്ചം മുഴുവനും മാലാഖമാരും ഒന്നുചേർന്ന് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് കാരണം? ദൈവം തൻ്റെ നീതി നടപ്പിലാക്കി, ദൈവം രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കി. അതിൻ്റെ പേരിലാണ് ഇവിടെ സ്തുതിക്കുക. ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് കേൾക്കാറുള്ള വാക്കാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു ഹീബ്രു വാക്കാണ്. ഹല്ലേലൂ യാഹ്വേ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. യാഹ്വേ എന്ന ദൈവത്തിൻ്റെ പേരിൻ്റെ ചുരുക്കി പറയുന്നതാണ് യാ. ഹല്ലേലൂ, ഹല്ലൽ സ്തുതിക്കുക, ഹല്ലേലൂ നിങ്ങൾ സ്തുതിക്കുവിൻ. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവിൻ എന്നാണ് വാസ്തവത്തിൽ ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുവിൻ തന്നെ വേറെ വാക്കുകൾ പറയാറുണ്ട്. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഈ അധ്യായത്തിൽ 4 തവണ ഉപയോഗിക്കുന്നുമുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ, 3-ാമത്തെ വാക്യത്തിൽ, 4-ാമത്തെ വാക്യത്തിൽ, വീണ്ടും 6-ാം വാക്യത്തിൽ 4 തവണ ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പഴയ നിയമ സങ്കീർത്തനങ്ങളിൽ ഒരു വിഭാഗം തന്നെ ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്നാണ് പറയുക. ഹല്ലേൽ സങ്കീർത്തനങ്ങൾ 111 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളെല്ലാം തുടങ്ങുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തെ സ്തുതിക്കുവിൻ. ഗ്രേറ്റ് ഹല്ലൽ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഹല്ലൽ എന്നറിയപ്പെടുന്ന 120 മുതൽ 136 വരെയുള്ള സങ്കീർത്തനങ്ങളെ ഹല്ലൽ സങ്കീർത്തനങ്ങൾ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അതിനു പുറമെ 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളും ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ മനുഷ്യൻ്റെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും മുഴുവനും ലക്ഷ്യം ദൈവത്തെ സ്തുതിക്കലാണ്, ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കലാണ്, ആ മഹത്വത്തിൽ പങ്കുചേരലാണ്, ദൈവത്തെ സ്തുതിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ഇതാണ് ആരാധന.
ആരാധനയും പ്രാർത്ഥനയുമെല്ലാം ഏറ്റവും പരമമായ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന സ്തുതിക്കലാണ്. ദൈവത്തിൻ്റെ മഹാത്മ്യം ദർശിക്കൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരൽ, ആ മഹത്വത്തിൽ ലയിച്ച് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ മറക്കുന്നു, എനിക്ക് ഒന്നും ആവശ്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാം ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ആ ഒരു ദർശനത്തോടു കൂടി എല്ലാം പൂർത്തിയാവുകയായി. അപ്പോൾ ദൈവത്തിൽ ലയിച്ച് സ്വയം ഇല്ലാതായി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ മഹാത്മ്യം ദർശിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ആ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ എടുത്ത് അവതരിപ്പിക്കുക. എന്താണ് സ്തുതിക്കുന്നതിൻ്റെ കാരണം, ഹല്ലേലൂയ പാടുന്നതിൻ്റെ കാരണം? 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 രക്ഷ, 2 മഹത്വം, 3 ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതാണ്. രക്ഷ, ദൈവമാണ് രക്ഷ നൽകുന്നത്. പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്, മർത്യനായവനെ അമർത്യനാക്കുന്നത്, നാശോന്മുഖമായി ജീവിക്കുന്നവനെ അനശ്വരമായ സ്വർഗ്ഗഭാഗ്യത്തിലേക്ക് നയിക്കുന്നത് രക്ഷയാണ്. ആ രക്ഷ ദൈവത്തിൽ നിന്നാണ് വരിക. ദൈവമാണ് രക്ഷ നൽകുന്നതെങ്കിൽ അത് വിശ്വസിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ദാനമായി ലഭിക്കുന്നതാണ്. എൻ്റെ അർഹതപ്പെട്ടതല്ല രക്ഷ. ഒരു മനുഷ്യനും രക്ഷയ്ക്ക് അർഹനാവുന്നില്ല. ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ ദൈവം അത്രയേറെ നമ്മളെ സ്നേഹിച്ചവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ പ്രചോദിതമായിട്ടാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുക. ദൈവം രക്ഷ നൽകുന്നു. ഇങ്ങനെ രക്ഷ നൽകുന്ന ദൈവത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവം നന്ദിയുടേതാണ്. നന്ദി ഉണ്ടായിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, നന്ദി ഉണ്ടായിരിക്കുക. രക്ഷ അവൻ്റേതാണ്. മഹത്വം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ മാത്രമാണ് മഹത്വം. ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ മനുഷ്യനുണ്ടാവേണ്ട മനോഭാവം ആദരവാണ്. ദൈവത്തിന് മുമ്പിൽ വിനയവും ആദരവും ഉണ്ടായിരിക്കുക. ഞാൻ മഹാനാണെന്ന് പ്രഘോഷിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്നതിൽ സന്തോഷിക്കുക. പക്ഷേ ദൈവം ദാനമായി നൽകുന്നതാണ് ഈ മഹത്വം. ദൈവത്തിൻ്റെ സർവാതിശായിത്വം. ദൈവം എല്ലാറ്റിനും ഉപരിയാണ്, എല്ലാറ്റിനെയും താങ്ങുന്നവനാണ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നവനാണ്. ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആദരവോടെ ബഹുമാനത്തോടെ നിൽക്കുക, വിനയത്തോടെ. 3-മത്തേത് ശക്തിയാണ്. എല്ലാ ശക്തികളെക്കാളും ശക്തമാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവം നൽകാത്തതായ ശക്തി ആർക്കുമില്ല. ഇവിടെ 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, സർപ്പത്തെക്കുറിച്ച് കണ്ടു, വിവിധങ്ങളായ ശക്തികൾ. ഈ പ്രപഞ്ചത്തെ മുഴുവനും കീഴടക്കാൻ പറ്റുന്ന ശക്തികളൊക്കെ ഇവിടെ വന്നെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ എല്ലാം നിഷ്പ്രഭമായി മാറുകയാണ്. അപ്പോൾ ദൈവം ശക്തിമാനാണ്. ശക്തിയുള്ളവൻ ദൈവം മാത്രം. ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ രക്ഷയ്ക്ക് കൃതജ്ഞത, മഹത്വത്തിൻ്റെ മുമ്പിൽ ആദരവ്, വിനയം, ശക്തിയുടെ മുമ്പിൽ നമ്മൾ ആശ്രയം, ദൈവത്തിൽ ആശ്രയിക്കുക. അവന് നമ്മെ താങ്ങാൻ കരുത്തുള്ളതാണ് അവൻ്റെ കരങ്ങൾ. നമ്മുടെ ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർവവുമാണ്. അനീതിയായി ദൈവം വിധിക്കുകയില്ല. മനുഷ്യൻ്റെ വിധികൾ മുഴുവൻ അറിയാത്തതായതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ പേരിൽ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ വിധികൾ തെറ്റായി പോകാം. പക്ഷേ ദൈവത്തിൻ്റെ വിധി ഒരിക്കലും തെറ്റാവുകയില്ല. അവൻ്റെ വിധികൾ സത്യവും നീതിപൂർവവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. സാമ്രാജ്യത്തിൻ്റെ മേൽ മഹാവേശ്യ ബാബിലോണിൻ്റെ മേലുള്ള വിധി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. അത് നീതിപൂർവകമായ വിധിയായിരുന്നു. അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് പ്രതികാരം എന്ന വാക്ക്. ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെപ്പോലെ പ്രതികാരം ചെയ്യുന്നവനല്ല. പ്രതികാരം നീതി നടപ്പിലാക്കലാണ്. തെറ്റു ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. തിന്മ ഉന്മൂലനം ചെയ്യപ്പെട്ടേ മതിയാവും. ഇവിടെ പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് നീതി നടപ്പിലാക്കുക എന്നതിൻ്റെ മറുഭാഗമാണ്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനാണ്. ആബേലിനെ വധിച്ച കായനോട് ദൈവം പറഞ്ഞു, ഇതാ നിൻ്റെ സഹോദരൻ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. ആബേലിൻ്റെ രക്തം മുതൽ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ രക്തത്തിൻ്റെയും നിലവിളി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. ആ നിലവിളിക്ക് ദൈവം പ്രത്യുത്തരം കൊടുക്കും, അന്നും ഇന്നും എന്നും. അതാണ് പ്രതികാരം എന്ന് പറയുക. രക്തത്തിൻ്റെ പ്രതികാരം ചെയ്യുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്, നീതി നടപ്പിലാക്കുന്നവനാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടിയുണ്ട്, ദൈവത്തെ ഭയപ്പെടാതെ, ആരെയും ഭയപ്പെടാതെ അനീതിയിലും അധർമ്മത്തിലും തുടരാം എന്ന് വിചാരിക്കുന്നവർക്ക് ശക്തമായ ഒരു താക്കീത് കൂടിയാണിത്. ദൈവം പ്രതികാരം ചെയ്യും എന്ന് പറയുന്നത്. രണ്ടാമതും അവർ പറയുന്നു, ഹല്ലേലൂയ, അവരുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ശിക്ഷയ്ക്ക് അവസാനമില്ല. ഇനി ഒരിക്കലും ഇത് ഉയർന്നു വരികയില്ല. എന്നേക്കുമായി ശിക്ഷിക്കപ്പെട്ട തിന്മ ഉന്മൂലനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും മനുഷ്യനെ വഴിതെറ്റിക്കാനോ നശിപ്പിക്കാനോ തിന്മയ്ക്ക് കടന്നു വരാനാവില്ല. അതാണ് അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. 4 ജീവികൾ നമ്മൾ കണ്ട് സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവനും പ്രതിനിധികളാണ്. 24 ശ്രേഷ്ഠന്മാർ ദൈവജനത്തിൻ്റെ പ്രതിനിധികളാണ്.
12 ഇസ്രായേൽ ഗോത്രങ്ങളും 12 അപ്പസ്തോലന്മാരും അടങ്ങുന്ന 24 ദൈവജനത്തിൻ്റെ മുഴുവനും പ്രതീകമാണ്. അപ്പോൾ ദൈവജനവും മാലാഖമാരും സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവം തൻ്റെ മഹത്വം, തൻ്റെ നീതി പ്രകടമാക്കിയിരിക്കുന്നു. അതിനുശേഷം കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. വിവാഹ വിരുന്ന് ഇവിടെ ആഘോഷിക്കപ്പെടുന്നില്ല. അത് പിന്നീട് 21-ാമത്തെ അധ്യായത്തിൽ കാണും. സിംഹാസനത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. മാലാഖയാണ്, ദൈവത്തിൻ്റെ ദൂതനാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായി നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ എന്നതിൻ്റെ ഒരു വിവർത്തനമാണ് ദൈവത്തെ സ്തുതിക്കുവിൻ, ഹല്ലേലൂ യാഹ്വേ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. അപ്പോൾ ദൈവം വാഴുന്നു എന്ന് പറയുന്നതാണ് ദൈവം ഭരണം നടത്തുന്നു, ദൈവത്തിൻ്റെ രാജ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ദൈവം രാജാവായിരിക്കുന്നു. തിന്മയുടെ എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തി തിന്മയെ ഉന്മൂലനം ചെയ്ത് ദൈവം തൻ്റെ ഭരണം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതാണ് യേശു പ്രഘോഷിച്ചത്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അതിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. യേശുവിൻ്റെ വരവോടുകൂടി സമീപസ്ഥമായ ദൈവരാജ്യം ഇന്നിവിടെ അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി പ്രകടമായിരിക്കുന്നു. ദൈവം വാഴുന്നു. അതുകൊണ്ടാണ് മഹത്വം നൽകുന്നത്. ഈ ദൈവം വാഴുന്നതിൻ്റെ മറ്റൊരു വിചിത്രീകരണമാണ് കുഞ്ഞാടിൻ്റെ വിവാഹം എന്ന് പറയുക. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ മനോഹരമായ പ്രതീകമാണ് വിവാഹം. ദൈവം വാഴുന്നു, കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. ബൈബിളിൽ ദൈവരാജ്യത്തെ ഒരു വിവാഹ വിരുന്നിനോട് ഉപമിക്കുന്നത്, അല്ലെങ്കിൽ ദൈവ മനുഷ്യ ബന്ധത്തെ, ഇസ്രായേൽ ദൈവമായുള്ള ബന്ധത്തെ ഒരു വിവാഹത്തോട് ഉപമിക്കുന്നത് തുടങ്ങിയത് ആദ്യമേ ഹോസിയയാണ്. ഹോസിയ പ്രവാചകൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇപ്രകാരം ഒരു ചിത്രത്തിലേക്ക് കടന്നു വന്നത്. താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ ഗോമർ അവിശ്വസ്തയും വേശ്യയുമായി തീർന്നു. പക്ഷേ അവളോടുള്ള സ്നേഹം അവളെ തിരിച്ചെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അവിശ്വസ്തയായി തീർന്ന ഭാര്യയെ വീണ്ടും തിരിച്ചെടുത്ത് അവളെ വിശ്വസ്തരായി സ്വീകരിക്കുന്ന ആ ഹോസിയ പ്രവാചകനുണ്ടായ വലിയ ഒരു വെളിപാടാണ്. ദൈവം ഇസ്രായേലിനെ ഇപ്രകാരമാണ് സ്നേഹിക്കുന്നത്. തൻ്റെ ഭാര്യയായിരുന്ന ഗോമർ അവിശ്വസ്തയായി തീർന്നപ്പോൾ തനിക്കുണ്ടായ ദുഃഖവും വേദനയും അവളെ തിരിച്ചെടുക്കാൻ പ്രേരിപ്പിച്ച സ്നേഹവും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമായി ഹോസിയയ്ക്ക് മനസ്സിലായി. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. 19-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എന്നേക്കുമായി ഞാൻ നിന്നെ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് ഇസ്രായേലിനെ വീണ്ടും സ്വീകരിക്കുന്നത് ഒരു വിവാഹ ഉടമ്പടിയിലൂടെ എന്നതുപോലെ ആയിരിക്കും. ജെറമിയ പ്രവാചകൻ 31-ാമത്തെ അധ്യായത്തിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രതീകം ജെറമിയായും എടുത്ത് അവതരിപ്പിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു. ഞാൻ അവരെ കൈക്കു പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളുകൾ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ ഭർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു: ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതും. ഇതൊരു വിവാഹ ഉടമ്പടി പോലെയാണ് ഈ ഉടമ്പടിയെ കാണുന്നത്. സീനായ് മലയിലെ ഉടമ്പടി ഒരു വിവാഹ ഉടമ്പടിയോട് പ്രവാചകന്മാർ ഉപമിച്ചു. ഇവിടെ പുതിയ ഉടമ്പടിയും ഇപ്രകാരം ഒരു വിവാഹ ഉടമ്പടിയോടാണ് ഉപമിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത്. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. 7-ാമത്തെ വാക്യം: നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചുവെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരിക്കലും മാറ്റമില്ലാത്തൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഇവിടെ പൂർത്തിയാവുകയാണ്. കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. ആരാണ് കുഞ്ഞാട്? നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് യേശു ക്രിസ്തു. മരണവും ഉത്ഥാനവും വഴി തിന്മയുടെ മേൽ വിജയം വരിച്ച, മനുഷ്യന് രക്ഷ സാധ്യമാക്കിയ, ദാനമായി നൽകിയ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. വരൻ, വധുവാകട്ടെ സഭയും.
അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവും ആയ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ മൃദുല വസ്ത്രം? ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അപ്പോൾ സഭയെ വധുവായി യേശു ക്രിസ്തു സ്വീകരിക്കുന്ന, അതിനെ പൂർണ്ണതയിലെത്തിക്കുന്ന നിമിഷമാണ് വിവാഹ വിരുന്ന്. അത് 21-ാമത്തെ അധ്യായത്തിലാണ് വിവരിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു മുൻകൂട്ടി അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ഇന്ന് ശ്രദ്ധേയമായൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഭയെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. പക്ഷേ ആ സഭയുടെ മുഖം വികൃതമാക്കാൻ സഭാ മക്കൾക്ക് സാധിക്കും. വിശുദ്ധരുടേതായ സൽപ്രവൃത്തികൾ അവളുടെ വിശുദ്ധ വസ്ത്രമാണെങ്കിൽ, മനുഷ്യർ അവളുടെ മക്കളുടെ വിശുദ്ധമല്ലാത്ത പ്രവൃത്തികൾ അവളുടെ വസ്ത്രത്തെ കളങ്കപൂരിതമാക്കും. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എന്നെ ഉൾക്കൊള്ളുന്ന സഭയുടെ വിശുദ്ധി പ്രകടമാകുന്നതിന് വിഘാതമായി തീരാം. സഭാ മക്കളുടെ പ്രവർത്തനങ്ങൾ സഭാഗാത്രത്തെ ബാധിക്കും, സഭയുടെ മുഖം വികൃതമാക്കി മാറ്റും. അതുകൊണ്ട് വിശുദ്ധമായ വസ്ത്രം ധരിക്കാൻ സഭയ്ക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ മക്കൾ വിശുദ്ധമായ ജീവിതം നയിക്കണം. ഇപ്രകാരം ഒരു താക്കീത് കൂടി ഇവിടെയുണ്ട്. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വെളിപാട് പുസ്തകത്തിലെ സപ്തഭാഗ്യങ്ങളിൽ 4-ാമത്തേതാണിത്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഓരോ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഹ്വാനത്തിൽ പറയുന്നതാണ്, ദൈവത്തിൻ്റെ വിരുന്നിന്, കുഞ്ഞാടിൻ്റെ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എല്ലാവരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വീകരിക്കണം ക്ഷണം, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം. ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. മനഃപൂർവ്വം ഒഴിവാകുന്നവരല്ലാതെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ച് സ്വയം ദൈവമാകാൻ ശ്രമിച്ച് ഒഴിവാകുന്നവരല്ലാതെ ആരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ഞാനും നിങ്ങളും എല്ലാവരും ഈ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും ദൈവം വെച്ച് നീട്ടുകയാണ് സൗജന്യ വാഗ്ദാനമായി. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ വചസ്സുകളാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി അവൻ്റെ കാൽക്കൽ വീണു. ഇത് ദൂതനാണ് പറയുന്നത്. അപ്പോൾ ആരാധിക്കാനായി കാൽക്കൽ വീഴുന്നത് പലതവണ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിൻ്റെ ഒരു സഹദാസനാണ്, നിന്നെപ്പോലെ ഒരു ദാസൻ. യേശുവിന് സാക്ഷ്യം നൽകുന്ന നിൻ്റെ ദാസൻ, നിൻ്റെ സഹോദരരിൽ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ഒരു മഹാവാക്യമാണ്. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ജീവിതം കൊണ്ടും യേശുവിന് സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കണം. വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം നൽകണം. അതായിരിക്കും പ്രവചനം. പ്രവചനം ദൈവവചനത്തിൻ്റെ പ്രഘോഷണമാണ്. ദൈവവചനം പ്രഘോഷിക്കുന്നത് വാക്കുകൊണ്ട് മാത്രം പോരാ, പ്രവൃത്തി കൊണ്ടുമാവണം, ജീവിതം കൊണ്ടുമാകണം. അങ്ങനെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസികളും. അടുത്തതായി കാണുന്നത് തിന്മയെ ഉന്മൂലനം ചെയ്യാനായി പടപൊരുതാൻ ഇറങ്ങുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിത്രമാണ്. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ചിത്രീകരിച്ചിരിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതെല്ലാം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഓർക്കുക, നമ്മൾ 4-ാമത്തെ അധ്യായം മുതൽ ഇങ്ങോട്ട് കാണുന്നതെല്ലാം സ്വർഗത്തിൽ നിന്നാണ് പുറപ്പാട്. ഇപ്പോൾ ഈ ഭൂമിയെ നയിക്കുന്നത് ഭൂമിയിലുള്ള രാജാക്കന്മാരല്ല, ഭൂമിയിൽ ദൈവമാണെന്ന് അവകാശപ്പെടുന്ന പ്രത്യയശാസ്ത്രങ്ങളോ മറ്റെന്തെങ്കിലും ശക്തികളോ അല്ല. ഈ ഭൂമിയെയും ഈ ഭൂമിയിലുള്ളവരെയും അതിൻ്റെ ഭാഗധേയത്തെയും നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് സ്വർഗത്തിനായ ദൈവമാണ്. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടതായിക്കൊണ്ട് ഏതെങ്കിലും പ്രത്യേക ഒരു സ്ഥലമോ ഒരു ഗോളമോ അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. വിശ്വസ്തൻ ദൈവത്തോട് വിശ്വസ്ത പാലിക്കുന്നവനാണ്, നമ്മോടും വിശ്വസ്ത പാലിക്കുന്നവനാണ്. വെള്ളക്കുതിര വിജയത്തിൻ്റെ അടയാളമാണ്. യുദ്ധം ചെയ്ത് വിജയം വരിക്കുന്നു. നമ്മൾ ആദ്യത്തെ മുദ്ര തുറന്നപ്പോൾ കണ്ട വെള്ളക്കുതിരയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് യേശു ക്രിസ്തുവിനെ വഹിക്കുന്ന വെള്ളക്കുതിരയാണ്. അഥവാ യുദ്ധം ചെയ്ത് വിജയിക്കാനായി വിജയിച്ചു വരുന്ന യേശുവിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുക. അതിൻ്റെ പുറത്തിരിക്കുന്ന വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കണ്ട മനുഷ്യപുത്ര ദർശനത്തിൽ നിന്ന് പല ഘടകങ്ങളും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മിഴികൾ തീനാളം പോലെ. അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, 1 അല്ല 10 അല്ല 100 അല്ല, അനേകം കിരീടങ്ങൾ.
ഇപ്പോൾ 10 കിരീടങ്ങൾ അണിഞ്ഞ സർപ്പത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠൻ, താരതമ്യം ചെയ്യാൻ അസാധ്യമാകുമാറ് ഉന്നതൻ. അവന് ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. യേശുവിൻ്റെ വ്യക്തിത്വം യേശുവിനും യേശുവിനെ അയച്ച പിതാവിനുമല്ലാതെ മറ്റാർക്കും അറിയില്ല. പുത്രനാരെന്ന് പുത്രനും പിതാവല്ലാതെ മറ്റാരും മനസ്സിലാക്കുന്നില്ല. പുത്രനാരെന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്. നാമം വ്യക്തിത്വത്തിൻ്റെ സൂചനയാണ്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. രക്തത്തിൽ മുക്കിയ മേലങ്കി യുദ്ധത്തിലുണ്ടായ ശത്രുക്കളുടെ രക്തമല്ല, സ്വന്തം രക്തത്തിൽ മുക്കിയതാണ്. യേശു തൻ്റെ മരണത്തിലൂടെയാണ് വിജയം വരിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമാണ്. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് യേശു ക്രിസ്തു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. വലിയൊരു യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടാണ്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ വരുന്നു. ദൈവത്തിൻ്റെ വചനമാണ്. 1-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന മൂർച്ചയേറിയ വാൾ സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കണ്ടു കഴിഞ്ഞു. ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിനെക്കുറിച്ച്. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. തുടയിൽ എന്ന് പറയുമ്പോൾ തുടയുടെ ഭാഗത്ത് വീഴുന്ന വസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നു, പുറത്തും. ഇപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന ആളെ കാണാവുന്ന 2 ഭാഗമാണ്. പുറത്തും കാലിൻ്റെ തുടയിൽ നിന്ന് വീഴുന്ന വസ്ത്രത്തിൻ്റെ ഭാഗത്തും 2 സ്ഥലത്തും എഴുതി വെച്ചിരിക്കുന്ന പേരിതാണ്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. ഇപ്പോൾ റോമാ ചക്രവർത്തിയുടെ അവകാശവാദങ്ങളെയെല്ലാം ഖണ്ഡിക്കുന്ന ഒന്നാണിത്. രാജാക്കന്മാരുടെ രാജാവ്, എല്ലാറ്റിൻ്റെയും അധിപൻ, അത് യേശു ക്രിസ്തുവാണ്. ഇനി വിവരിക്കാൻ പോകുന്ന നിർണായകമായ യുദ്ധമാണ്. പക്ഷേ യുദ്ധം നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. യുദ്ധത്തിനായി ഹർമഗദോനിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ജനത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇവിടെ അവരെല്ലാം പെട്ടെന്ന് നശിക്കുകയാണ്. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവിൻ. മഹാവിരുന്നൊരുക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അഥവാ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന എല്ലാ ജീവികളുടെയും, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മാംസം ഭക്ഷിക്കാനായി വിളിച്ചു വരുത്തുകയാണ്. ഇപ്പോൾ വലിയ ശിക്ഷാവിധി നടക്കാൻ പോകുന്നു. രാജാക്കന്മാർ, സൈന്യാധിപന്മാർ, ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിനായി ഒരുമിച്ച് കൂടുകയും ഭീകരമായ ഒരു ചിത്രമാണ് ഇവിടെ. ലോകജനതകളെ മുഴുവനും ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ വിശുദ്ധർക്കെതിരായി യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് കൂട്ടുന്ന പ്രവാചക ആത്മാക്കൾ അഥവാ നുണയുടെ ആത്മാക്കളെക്കുറിച്ച് 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വിളിച്ചു കൂട്ടിയവരെല്ലാം ഹർമഗദോനിൽ ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞു. ആ ഹർമഗദോൻ യുദ്ധമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗം പിടിക്കപ്പെട്ടു. അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ച വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു. 13-ാമത്തെ അധ്യായത്തിൽ 2 മൃഗങ്ങളായി ചിത്രീകരിക്കപ്പെട്ടവർ, പിന്നീട് പ്രവാചകനായി അവതരിപ്പിക്കപ്പെട്ട മൃഗം, ഇപ്പോൾ സാമ്രാജ്യം അതിൻ്റെ സകല ശക്തികളോടും സകല ഉപകരണങ്ങളോടും കൂടി പിടിക്കപ്പെടുകയാണ്. ഇരുവരും ഗന്ധകമരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ശേഷിച്ചിരുന്നവർ അശ്വാരൂഢൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പക്ഷികളെല്ലാം അവരുടെ മാംസം തിന്ന് തൃപ്തിയടഞ്ഞു. ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നും. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധം അവസാനിച്ചു എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുക. പക്ഷേ ഇനിയും തീർന്നിട്ടില്ല. ഇനിയുമുണ്ട്. ഈ തിന്മയുടെ എല്ലാം മൂലകാരണമായ സർപ്പം ഇനിയും പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. തിന്മ ഇനിയും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതായിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പാഠമുണ്ട്. എത്ര തവണ തിന്മ പരാജയപ്പെട്ടു പൂർണ്ണമായി നശിച്ചു എന്ന് തോന്നിയാലും അത് വീണ്ടും വീണ്ടും കടന്നു വരും. കളകൾ പറിക്കുന്ന കർഷകരെ പോലെയാണ്. എത്ര തവണ കള പറിച്ചാലും വീണ്ടും കള പൊന്തി വരുന്നത് പോലെ, പറിക്കും തോറും കൂടുതൽ കള പൊന്തി വരുന്നത് പോലെ തിന്മ വീണ്ടും വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും കടന്നു വരും. അതിന് ചിത്രീകരണമാണ് പിന്നീട് അടുത്ത അധ്യായം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. അത് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നതാവും. ഗന്ധകമരിയുന്ന അഗ്നിത്തടാകം എന്ന് പറയുന്നത് നിത്യശിക്ഷയാണ്. ഇനി അവിടെ നിന്ന് ഒരിക്കലും മോചനമില്ല. അപ്പോൾ ഈ 2 മൃഗങ്ങളും പിടിക്കപ്പെട്ടു, അതിന് അവരുടെ അനുയായികൾ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും വീണ്ടും തിന്മ വേറെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന ഒരു സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത് 1000 വർഷത്തെ ഭരണവുമായി ബന്ധപ്പെട്ട അടുത്ത അധ്യായം, അത് നമ്മൾ അടുത്ത തവണ കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് ഭരണം നടത്തുന്നു, എല്ലാ തിന്മകളെയും അവിടുന്ന് ഉന്മൂലനം ചെയ്യുന്നു, ഞങ്ങളെ മക്കളായി അവിടുന്ന് സ്വീകരിക്കുന്നു, ഞങ്ങളുമായി അവിടുന്ന് ഉടമ്പടി ചെയ്യുന്നു, അവിടുത്തെ രാജ്യം ഞങ്ങൾ സ്ഥാപിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങ് വാഗ്ദാനം ചെയ്ത ഉടമ്പടി യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് പൂർത്തിയാക്കി. എല്ലാ തിന്മകളുടെ മേലും യേശു ക്രിസ്തു തൻ്റെ മരണം വഴി വിജയം വരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നതിന്, അങ്ങ് നിൽക്കുന്ന വിരുന്നിൽ അങ്ങയോടുകൂടി പങ്കെടുക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ അർഹരാക്കണമേ. മാമോദീസായിൽ ലഭിച്ച വിശുദ്ധ വസ്ത്രം നിഷ്കളങ്കമായി പാലിക്കാൻ, കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ ആ വിരുന്നിൽ പങ്കുചേരാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.